ഇമാം ബൈഹഖി തങ്ങൾ ഉദ്ധരിച്ച ഒരു ഹദീസ് ഇവിടെ അൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബി തങ്ങൾ പറയുന്നു ലമ്മ ഖതറഫ സയ്യിദുനാ ആദം വൽ ഖത്വീഅ സയ്യിദുനാ ആദം നബി അലൈഹിസ്സലാമിൽ നിന്ന് ആ തെറ്റുണ്ടായ സമയത്ത് ഖാല നമ്മുടെ ഉപ്പ പറഞ്ഞു ആദം നബി പറഞ്ഞു യാ റബ്ബി അസ്അലുക ബിഹഖി മുഹമ്മദിൻ ഇല്ലാ മാ ഗഫർത ലീ അല്ലാഹുവേ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ ഹഖിനെ മുൻനിർത്തി ഞാൻ ചോദിക്കുന്നു റബ്ബേ ഹബീബായ നബിയെ മുൻനിർത്തി ചോദിക്കുന്നു റബ്ബേ നീ എനിക്ക് പുറത്തു തരണം ഫഖാല അല്ലാഹു ചോദിക്കുന്നു ഫകൈഫ അറഫ്ത മുഹമ്മദൻ വലം അഖ്ലുഖുഹു ബഅദ് ഞാൻ മുഹമ്മദ് നബിയെ സൃഷ്ടിച്ചിട്ട് പോലുമില്ലല്ലോ എങ്ങനെയാണ് നിങ്ങൾക്ക് മുഹമ്മദ് നബിയെ മനസ്സിലായതെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ആദം നബിയോട് ചോദിക്കുന്നു ഫഖാല ആദം അലൈഹിസ്സലാം പറഞ്ഞു യാ റബ്ബി അല്ലാഹുവേ ലിഅന്നക ലമ്മാ ഖലഖ്തനി ബിയദിക നീ നിന്റെ പരിശുദ്ധ കരങ്ങളാൽ കഴിവിനാൽ നീ എന്നെ പടച്ചപ്പോൾ വനഫഖ്ത ഫീയ മിർ റൂഹിക പരിശുദ്ധമായ ആത്മാവ് നീ എൻ്റെ ശരീരത്തിലേക്ക് സന്നിവേശിപ്പിക്കുകയും ചെയ്തപ്പോൾ റഫഅതു റഅസി ഞാൻ തലയുയർത്തി നോക്കുകയും ഫറഅയ്തു അലാ ഖവായിമിൽ അർശി മക്തൂബൻ അർശിന്റെ കാലുകളിൽ സ്തംഭങ്ങളിൽ എഴുതവക്കപ്പെട്ടത് ഞാൻ കണ്ടു ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് അല്ലാഹു അല്ലാതെ ആരാധനക്ക് അർഹനില്ലെന്നും മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ ദൂതരാണെന്നും എഴുതി വെക്കപ്പെട്ടത് ഞാൻ കണ്ടു ഫഅലിംതു അന്നേരം ഞാൻ മനസ്സിലാക്കി അന്നക ലം തുദ്ഫി ഇലാ ഇസ്മിക ഇല്ലാ അഹബ്ബൽ ഖൽഖി ഇലൈക നിന്റെ നാമത്തോട് ചേർത്ത് മറ്റൊരാളിന്റെ പേര് നീ പറയുകയാണെങ്കിൽ നിനക്ക് അത്രമേൽ ഇഷ്ടപ്പെട്ട ആളാകുമ്പോഴല്ലേ നീ അത് ചെയ്യുകയുള്ളൂ അതുകൊണ്ടാണ് ഞാൻ മുഹമ്മദ് നബിയുടെ ഹഖിനെ മുൻനിർത്തി എനിക്ക് തരണം എനിക്ക് മാപ്പ് തരണം എന്ന് ഞാൻ ചോദിച്ചത് എന്ന് പറയുന്നൊരു ഹദീസ് കാണാൻ കഴിയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹത്വങ്ങൾ പറയുന്നൊരു ഹദീസ് കൂടിയാണത് ഇതിൽ ഇമാം ബൈഹഖി തങ്ങൾ ഉദ്ധരിച്ചു തഫറദ ബിഹി അബ്ദുറഹ്മാൻ ഇബ്നു സയ്യിദ് ഇബ്നു അസ്ലം മിൻ ഹാദൽ വജ്ഹ് ഈ റിവായത്തിലൂടെ ഇമാം ബൈഹഖി തങ്ങൾ ഉദ്ധരിച്ച ഈ റിവായത്തിൽ ഈ ഹദീസ് പറയുമ്പോൾ ദഈഫായ ഹദീസാണല്ലോ എന്ന് ചില ആളുകൾക്ക് പറയാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഞാൻ തുറന്നു പറയുന്നത് ഈ രീതിയിൽ വന്ന ഇമാം ബൈഹഖി തങ്ങൾ ഉദ്ധരിച്ചത് വിഷയത്തിൽ അബ്ദുറഹ്മാൻ ഇബ്നു സയ്യിദ് ഇബ്നു അസ്ലം എന്ന് പറയുന്ന ആള് വഹുവ ദഈഫുൻ ദുർബലനായ ആളാണ് അതുകൊണ്ട് ഈ ഹദീസ് ദഈഫാണെന്ന് പറയും പക്ഷേ ഇമാം ഹാക്കിം റളിയല്ലാഹു അൻഹു മുസ്തദറക്കിൽ ഇതേ ഹദീസ് ഉദ്ധരിച്ചിട്ടുണ്ട് വസഹഹഹു ഇമാം ഹാക്കിം തങ്ങളുടെ റിവായത്തിൽ വന്ന മുഴുവൻ ആളുകളും സ്വഹീഹാണ് അവിടെ ഇമാം ഹാക്കിം തങ്ങൾ ഇതേ ഹദീസ് ഉദ്ധരിച്ചു സ്വഹീഹായിട്ട് ഇമാം ബൈഹഖി തങ്ങൾ ഉദ്ധരിച്ചു ദഈഫായിട്ട് അപ്പോൾ ഇത് സ്വഹീഹായി നിലവിൽ വന്ന ഒരു ഹദീസാണ് സ്വഹീഹായി അംഗീകരിക്കപ്പെടുന്ന ഒരു ഹദീസാണെന്ന് വന്നു പക്ഷേ ഇമാം ബൈഹഖി തങ്ങളുടെ ആ ഹദീസ് മാത്രം എടുത്താൽ ദഈഫാണല്ലോ എന്ന് പറയാം പക്ഷെ ബൈഹഖി തങ്ങളല്ലാത്ത മറ്റു ഇമാമിയങ്ങൾ ഹാക്കിം തങ്ങൾ അവരുടെ മുസ്തദറക്കിൽ ഹദീസ് സ്വഹീഹായി കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ സയ്യിദുനാ ആദം നബി അലൈഹിസ്സലാം റൂഹ് ഊതപ്പെട്ട് മഹാനവറുകൾ കണ്ണുയർത്തി നോക്കുമ്പോൾ അർശിന്റെ തൂണുകളിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് എഴുതി വെക്കപ്പെട്ടത് കണ്ടു അല്ലാഹുവേ യാ റബ്ബി അസ്അലുക ബിഹഖി മുഹമ്മദിൻ ഇല്ലാ മാ ഗഫർത ലീ അതുകൊണ്ടാണ് അംബിയാഇനെ മുൻനിർത്തി ദുആ ചെയ്യണമെന്ന് പറയുന്നത് ബിഹഖി മുഹമ്മദിൻ മുഹമ്മദ് നബി തങ്ങളുടെ ഹഖ് കൊണ്ട് അല്ലാഹുവേ എനിക്ക് പുറത്തുതാ പടച്ചവനെ എന്ന് ചോദിച്ചു അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാനവർക്ക് പുറത്തു കൊടുത്തു എന്ന് പറഞ്ഞ സംഭവം ഹദീസുകളിൽ ഇമാം ഹാക്കിം തങ്ങൾ സ്വഹീഹായി ഉദ്ധരിച്ച ഹദീസാണ് صلوا على النبي محمد وآله اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه